ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോവാണ്. ഫസ്റ്റ് ടൈം ഔട്ടിംഗ് ആണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് അതിന്റെ തിരക്ക് കാരണം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് ആദ്യം തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു. ഇതിന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ബ്രദറിനും ഇഷ്ടമാണ് കേട്ടോ ബീഫ് കറി. അപ്പം ഞങ്ങൾ മൂന്നുപേരാണ് പുറത്ത് പോകുന്നത്. എനിക്ക് പൊറോട്ടയുടെ കൂടെ ചിക്കൻ കറിയാണ് ഇഷ്ടം. അത് എപ്പോഴും പറയും പൊറോട്ടയും ബീഫാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാലും എനിക്ക് പൊതുവേ ബീഫ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടം. ബീഫ് നല്ല ആവി പറക്കുന്ന ബീഫ് കറിയായിരുന്നു. അതുപോലെ തന്നെ പൊറോട്ടയും നല്ല ക്രിസ്പി ആയത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഓട്ടോ കയറി നേരെ ടൗണിലേക്ക് പോയി. പോകുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങി വരിക എന്നുള്ളതാണ്. രാത്രിയാണ് പുറത്തേക്ക് പോകുന്നത്. സ്പെസിഫിക് ടാസ്ക് എന്ന് പറയുന്നത് എപ്പോഴും വൈമാള് പോകുമ്പോൾ എനിക്ക് മോസിയുടെ അവിൽ മിൽക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അവിൽ മിൽക്ക് കഴിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് അപ്പൊ തോന്നുകയാണെങ്കിൽ കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി മഞ്ഞൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലേ നടന്നു. ബ്രദർ പിന്നെ ഓറ പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ബാക്കിൽ വരികയാണ് ഉണ്ടായത്. ഈ പറയുന്ന ഒരു സംഭവം, ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്കഷൻ ആണ്. ഞങ്ങൾ അടി ഉണ്ടാക്കുന്നതല്ല. പക്ഷെ ഇത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പം എന്തോ വലിയൊരു തർക്കം നടക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ ഒരു ഗൃഹസ്ഥനായതിന്റെ ഭാഗമായിട്ട് അവൻ എന്നോട് ഫ്ലോർ ക്ലീനർ വാങ്ങണം, അതിനുള്ള ലിക്വിഡ് വാങ്ങണം എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഒരെണ്ണം ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. പക്ഷെ ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരാള് എന്തോ വലിയൊരു അടി നടക്കുന്ന പോലെ തോന്നും. അവസാനം അവൻ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലോർ ക്ലീനറും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നോക്കി. ബ്രദറിന് ഓൾറെഡി ഒരു കാൽക്കുലേറ്റർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ കാഷ്യോടെ നല്ലൊരു കാൽക്കുലേറ്റർ നോക്കുമായിരുന്നു അവന്റെ യൂസേജിന് വേണ്ടിയിട്ട്. സയന്റിഫിക് കാൽക്കുലേറ്റർ ഓൾറെഡി വീട്ടിലുണ്ട്. ഒരു കാൽക്കുലേറ്റർ വാങ്ങിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവരുടെ ഡിസ്കഷൻ ആണ് എനിക്ക് മനസ്സിലായത്. ഫോർ എക്സാമ്പിൾ എക്സാംസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബിഗ് സ്ക്രീനിലുള്ള വലുത് വാങ്ങുന്നതാണ് നല്ലത് എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. കാരണം എനിക്കറിയുന്ന കാൽക്കുലേറ്റർ ഒക്കെ ഏകദേശം ഒരേ സൈസിലുള്ളതാണ്. പക്ഷെ നമ്മുടെ പർപ്പസ് അനുസരിച്ച് കാൽക്കുലേറ്ററിന്റെ വലുപ്പവും മാറിക്കൊണ്ടിരിക്കും. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവരുടെ ചോയ്സിലുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, അതായത് ഗേൾസ് ജ്വല്ലറി ഇഷ്ടപ്പെടുന്നത് പോലെ ബോയ്സിന് ഇഷ്ടപ്പെടുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കണ്ണുകൾ അതിലേക്കൊക്കെ പോയി. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം അത് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു റിയൽ ഇന്റൻഷൻ വേണമെന്നില്ല നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടി. ഒരു ജനറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിന് നമുക്ക് അതിന് വേറെ വിലക്കുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ഒരു കിച്ചൺ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഇല്ലെങ്കിൽ പോലും അവൻ അവിടെയുള്ള കുറെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവൻ കാര്യമായിട്ട് അതിന്റെ വെറൈറ്റീസും മോഡൽസും ഒക്കെ സമയമെടുത്ത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ദോ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വീടെടുക്കാനൊന്നും പ്ലാൻ ഇല്ലെങ്കിൽ പോലും. പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ മോസിയുടെ അവിൽ മിൽക്ക് കുടിച്ചാൽ കൊള്ളാം എന്നൊരു തോട്ടിലേക്ക് എത്തി. നമ്മൾ അവരുടെ മെനു കാർഡ് എടുത്ത് നോക്കിയപ്പം നോർമൽ പുറത്ത് കിട്ടുന്ന അവിൽ മിൽക്കിനേക്കാളും റേറ്റ് കുറച്ചും കൂടെ കൂടുതലാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ബ്രാൻഡ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിലായിരിക്കും അവരത് സെയിൽ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ അതിൽ ഓൾമോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാട്ടർമെലൺ ക്യൂബ്സ് വരുന്ന ഒരു അവിൽ മിൽക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ ഇതിന്റെ പരസ്യം കണ്ടു കഴിഞ്ഞാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ഇന്ന് നടന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും ഈ വാട്ടർമെലന്റെ ക്യൂബ് വാങ്ങിയില്ല. പകരം അവർക്കൊരു നോർമൽ സ്മോൾ സൈസിലുള്ള ഒരു നോർമൽ അവിൽ മിൽക്കിന്റെ ഒരു എനിക്കൊന്ന് 39 or 49 റുപ്പീസിൽ കിട്ടും. അപ്പം അത് ഞങ്ങൾ വാങ്ങിച്ചു. എക്സ്ട്രാ ഒരെണ്ണം വേണം തോന്നിയപ്പം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചുറ്റിലിരിക്കുന്ന എല്ലാ ആൾക്കാരും മന്തി കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മന്തി കഴിക്കാൻ തോന്നി. പക്ഷേ സത്യം പറയട്ടെ, അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മേ ബി കോഴിക്കോട് നിന്ന് കുറേ മന്തി കഴിച്ച ഒരു എക്സ്പീരിയൻസിൽ വന്നിട്ട് ഇവിടുന്ന് കഴിച്ചപ്പോൾ തീരെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ഇത് കാരണം അവർ രണ്ടുപേരും ഇത് തൊട്ടതുപോലും ഇല്ല. ആകെ ഒരു ക്വാർട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ക്വാർട്ടർ ഭാഗം ഞാൻ കഴിച്ച് ഞങ്ങൾ അത് അവസാനിപ്പിച്ചു. ഏറെക്കുറെ വൈമാള് ക്ലോസ് ചെയ്യാനായ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അപ്പൊ ഇന്നത്തെ ഔട്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ മോസി അവിൽ മിൽക്ക് കഴിച്ചു, മന്തി കഴിച്ചു, പൊറോട്ടയും ബീഫും കഴിച്ചു. ഫുഡ് കഴിക്കൽ നടന്നിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. 3 പേർക്കും നല്ല ഉറക്കവും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ടൗണ് ഭയങ്കര ശാന്തമായിരുന്നു. ആൾക്കാരെല്ലാം ഉറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ റിട്ടേൺ അടിക്കണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.